ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നല്ല, നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. അതിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളതിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് കേബിളൊന്ന് മാറ്റിയിട്ടായിരുന്നു. അതിനുശേഷം മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. ഓൾറെഡി എൻ്റെ ഈ മെഷീൻ്റെയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓഡോമീറ്റർ യൂണിറ്റാണ് കംപ്ലയിൻറ്റ്. ഇപ്പോൾ തന്നെയും ഓൾറെഡി വണ്ടി റൺ ചെയ്യാണ്ട് നിൽക്കുകയാണ്. അപ്പോഴും കേബിൾ ആ സൂചി വന്ന് നിൽക്കണുണ്ടോ, ഒരു 10-നും 20-നും ഇടയിലായിട്ടാണ് സൂചി വന്ന് നിൽക്കുക. അത് ആ മെക്കാനിസം ടൈറ്റായി പോയേക്കണതാണ്. അപ്പോൾ നമുക്ക് ആ യൂണിറ്റാണ് മാറ്റേണ്ടത് കേട്ടോ. അത് മാറ്റിയിടണം. ഇപ്പോൾ കേബിളൊക്കെ പുതിയതാണ്, കേബിൾ വർക്കിംഗ് ഓക്കെയാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ക്ലച്ച് ഞാൻ വണ്ടി എടുത്ത് നിങ്ങൾ തള്ളി കയറ്റുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് ക്ലച്ച് ഫുൾ ടൈറ്റാണ്. അതായത് കേബിൾ ഇവിടെ ഓൾറെഡി ഔട്ടർ പൊട്ടിയിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിടുന്നുണ്ട് കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ വണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരുന്ന എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്ക് ലോഡായിട്ട് ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് അതും കൂടി നമുക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ശരിക്കും എൻ്റെ യൂണിറ്റ് വരാം, സ്പീഡോമീറ്റർ മെക്കാനിക്സ് യൂണിറ്റ് വരാം. അപ്പോൾ അത് വരുമ്പോഴും നമുക്ക് അതിനകത്ത് 0 എന്നായിരിക്കും തുടങ്ങണം കേട്ടോ. എല്ലാം 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ റേറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് 729 രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിൾ വരുമ്പോഴും 192 രൂപ ക്ലച്ച് കേബിളും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഫിറ്റിംഗ് ചാർജും വരും. അപ്പോൾ ഞാൻ അതിൻ്റെ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. എന്തെങ്കിലും എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.